ഹായ്, വെൽക്കം എവരിവൺ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നില്ലേ, കാരണം ഇന്നും എൻ്റെ മോൻ തന്നെ കണ്ടുകൊണ്ടിരിക്കണോ, ചാർട്ടിലോട്ട് കൊണ്ടുപോകുന്നില്ലെന്ന്. കൊണ്ടുപോകാം. അതിനു മുമ്പ് ഒരുപാട് കാര്യം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് എൻ്റെ മോൻ കണ്ട് അഡ്ജസ്റ്റ് ചെയ്യുക. കൊറോണ വരെ നേരിട്ടില്ലേ, അപ്പോൾ കൊറോണ വെള്ളപ്പൊക്കം വരെ നേരിട്ടില്ല. അപ്പോൾ ഇതൊക്കെ അങ്ങ് സഹിക്കുക. അപ്പം ക്ലാസ്സിലോട്ട് വരാം. അപ്പം ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓവർ ട്രേഡിങ്ങിനെ പറ്റി കേട്ടിട്ടില്ലേ? അതായത് ഒരുപാട് ട്രേഡിൽ കയറിയിട്ട് നഷ്ടം ഉണ്ടാക്കുന്നു. അതവിടെ നിൽക്കട്ടെ. നമ്മൾ ഓവർ ട്രേഡിങ്ങിനെ പറ്റി വലിയൊരു വീഡിയോ, അതായത് നല്ലൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, കുറഞ്ഞ സമയത്ത് കൂടുതൽ ഇൻഫർമേഷൻ കിട്ടുന്ന നല്ലൊരു വീഡിയോ ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഇച്ചിരി ട്രിക്കി ആയിട്ടുള്ള, അധികം ആരും ശ്രദ്ധിച്ചിട്ടില്ലാതെ അണ്ടർ ട്രേഡിങ്ങിനെ പറ്റി ചിന്തിക്കുക. അണ്ടർ ട്രേഡിങ്ങിനെ പറ്റി നമുക്ക് പഠിക്കാം. എന്താണ് അണ്ടർ ട്രേഡിങ്? ഒന്ന് ആലോചിച്ച് നോക്കി. നല്ല അവസരങ്ങൾ കിട്ടിയിട്ടും അത് ഉപയോഗിക്കാതെ പാഴാക്കി കളയുന്ന ഒരു അവസ്ഥയാണ് അണ്ടർ ട്രേഡിങ് എന്ന് പറയുമ്പോഴത്തേക്ക്. നമ്മൾ പലപ്പോഴും അങ്ങനെയുള്ളവരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ കേസിലും ഞാൻ കണ്ടിട്ടുള്ളത്, പ്രോഫിറ്റ് ഉണ്ടാക്കി കുറച്ച് വരുന്നു, പെട്ടെന്ന് കയറിയിട്ട് ലോസ് ആയി പോകുമ്പോഴത്തേക്കൊന്ന് പേടി, അല്ലെന്നുണ്ടെങ്കിൽ ലോസ് ആകുമെന്ന് തുടക്കത്തിൽ തന്നെ ഒരു പേടി, ഒരു ആൻസൈറ്റി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു പേടി, അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനെയുള്ളവരാണ് ഈ അണ്ടർ ട്രേഡിങ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയിലോട്ട് പോകുന്നത്. മനസ്സിലായോ? അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? ഒന്ന് ആലോചിച്ച് നോക്കി. അണ്ടർ ട്രേഡ് ഓവർ ട്രേഡിംഗ് ആയാലും നഷ്ടം വരും, അണ്ടർ ട്രേഡിംഗ് ആണെങ്കിലും നഷ്ടം വരും. എങ്ങനെയാണ് വരുന്നത്? കിട്ടേണ്ട നമ്മളൊരു 10 രൂപ ഉണ്ടാക്കാൻ വേണ്ടി കിട്ടേണ്ട നല്ലൊരു അവസരം നമ്മളത് ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ 10 രൂപ അത് ലോസ് തന്നെയല്ലേ? മനസ്സിലായോ? നമ്മൾ ഓവർ ട്രേഡിങ്ങിൻ്റെ അണ്ടർ ട്രേഡിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള പ്രോപ്പർ ട്രേഡറായിട്ട്, അതായത് പ്രോപ്പറായിട്ടുള്ള ഒരു എൻട്രി കണ്ടാൽ മാത്രം നമ്മളൊരു എൻട്രി എടുക്കുക. പേടിച്ച് മാറി നിൽക്കേണ്ട. ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ലൈസൻസ് എടുത്തു, നിങ്ങളത് നല്ലൊരു ലൈസൻസ്, നല്ലൊരു ആശാൻ്റെ കീഴിൽ പോയി പഠിച്ചിട്ട് നിങ്ങൾ റോഡിൽ ഇറങ്ങാതിരിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഇല്ല. ലൈസൻസ് ഉണ്ടെന്ന് പറയാം, ഐഡൻറ്റി കാർഡായിട്ട് കാണിക്കും. പക്ഷേ ആ ലൈസൻസിൻ്റെ ഗുണം എന്തോ? നിങ്ങൾ റോഡിൽ ഇറങ്ങാൻ നിങ്ങൾ നിയമപരമായിട്ട് ഓക്കെ ആണെന്നുള്ളൊരു കാര്യം മാത്രമല്ല. നമ്മളിപ്പോൾ ഒരു റോഡിൽ നമ്മളിപ്പോൾ ഇറങ്ങാൻ നേരത്തെ എന്തായിരിക്കും, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള ചാൻസ് എപ്പോഴും ഇല്ലേ? പക്ഷേ നമ്മൾ അതിന് ഓപ്പോസിറ്റായിട്ട് എന്താ, നമ്മൾ കൃത്യം സ്പീഡിൽ, പ്രോപ്പറായിട്ട് സ്പീഡിൽ, ആദ്യം വലിയ ഷോകളൊന്നും കാണിക്കാതെ ഹെൽമെറ്റൊക്കെ വെച്ച് മാന്യമായിട്ട് പോവുക, നിയമമെല്ലാം പാലിക്കുക. അപ്പോൾ ആ ഒരു സേഫ്റ്റി അല്ലേ നമുക്ക് അവിടെ കിട്ടുന്നത്. അതിനുള്ളൊരു സേഫായിട്ടുള്ളൊരു, അതിപ്പം നമുക്ക് ആ ഒരു പേടി ഒന്നുകൂടെ കുറയ്ക്കാമല്ലോ. അതുപോലെ തന്നെ ഒരു സംഭവമല്ലേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് നമ്മൾ പാലിക്കുക. ഈ അണ്ടർ ട്രേഡിംഗ് ഒന്ന് മാറാൻ വേണ്ടിയുള്ളൊരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക്, നമുക്ക് ഇത്ര കൺഫർമേഷൻസ് കിട്ടുമ്പോൾ മാത്രം കയറുക. നിങ്ങൾ പേടിച്ച് മാറിയെന്നാൽ നിങ്ങൾക്ക് ഒരു കാലത്ത് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ തൊട്ട് കിട്ടാതെ ഇരിക്കും. നിങ്ങൾ പിന്നെ എന്തിനാണ് ഇത് പഠിക്കുന്നത്? നിങ്ങളത് പഠിച്ചിട്ട് പിന്നെ കാര്യമില്ല. നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നത് എന്തിനാണ്? നമ്മൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പം നിങ്ങളത് ചെയ്യാതിരുന്ന് നിങ്ങൾക്ക് പൈസ കിട്ടുമോ? ഇല്ല. കുറേ എന്തൊക്കെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളായി പോകും പഠിക്കുന്നത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും യൂസ് ചെയ്യണം. മനസ്സിലായോ? നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എപ്പോഴും നമ്മൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. അത് നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്യുക. അടുത്തൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ആലോചിക്കുക, നിങ്ങൾ ഒരുപാട് പൈസ ഒരു ട്രേഡിലിട്ട് പേടിക്കാതെ, അങ്ങനെയാണല്ലോ നമ്മൾ പേടി വരുന്നത്. ഒരുപാട് പൈസ ഇടണ്ട. നിങ്ങൾ റിസ്ക് റിവാർഡ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്ത്, ഒരു 10,000 രൂപ 10,000 രൂപ അല്ലെങ്കിൽ 5,000 രൂപ 5,000 രൂപ ഒറ്റ ഷെയറിൽ കൊണ്ട് വിടാതെ, കടം മേടിച്ചിട്ട് പൈസ ഷെയർ മാർക്കറ്റിലോട്ട് കൊണ്ടുവരാതെ, അപ്പോഴൊക്കെയല്ലേ പേടിക്കേണ്ട ആവശ്യമുള്ളൂ. ഇപ്പം നിങ്ങൾ കളയാൻ തയ്യാറായിട്ടുള്ള ഈ പൈസ എന്നാലും പോട്ടെ, ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു കോഴ്സിൻ്റെ ഫീസ്. നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഇത്രയും വീഡിയോസ് കാണുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഒരാൾക്ക് ട്രേഡ് എടുക്കാനുള്ള ഒരു കാര്യങ്ങളെല്ലാം ആയി. ഇനി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പക്ഷേ ഇത്രയും പഠിച്ച കാര്യങ്ങളൊന്ന് പയറ്റി നോക്കണ്ടേ? മനസ്സിലായോ? ഞാനിപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ഞാനിപ്പോൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾ മറ്റേതൊരു വീഡിയോ ചാനലായിക്കോട്ടെ, നല്ല ചാനലുകൾ ഫോളോ ചെയ്യും. ആ ചാനൽ കണ്ടിട്ട് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് നോക്കിയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. നിങ്ങൾ പിന്നെ എന്തിനാണ് ട്രേഡിങ്ങിനെ പറ്റി ഇരുന്ന് പഠിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് സമയം വേസ്റ്റ് ആക്കുന്നത്? അപ്പം ആലോചിച്ച് നോക്കിയേ. നന്നായിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരല്ലേ നിങ്ങൾ? അതുകൊണ്ടല്ലേ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുന്നത് അല്ലേ? ഒന്നിച്ച് പഠിച്ച് മുന്നോട്ട് പോകാമെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ട്രേഡ് ചെയ്യാനുള്ളൊരു ധൈര്യം കാണിക്കുക എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ. എന്നാലും നിങ്ങൾക്ക് നല്ലൊരു ഡ്രൈവർ ആകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന പോലെ നല്ലൊരു ട്രേഡർ ആകാൻ പറ്റത്തുള്ളൂ. സൈക്കോളജിയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുക. നിങ്ങൾ ഈ പേടി എന്നുള്ളൊരു സൈക്കോളജി ഫാക്ട് ഒന്ന് മാറ്റി വെച്ച് നല്ലൊരു അവസരം കാണുമ്പോഴത്തേക്ക് നല്ലതായിട്ടൊന്ന് എൻട്രി എടുത്ത് പോയെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പതുക്കെ നല്ലൊരു ട്രേഡർ ആകാൻ പറ്റും. എന്നിട്ട് പൈസ കൂട്ടിയാൽ മതി. എന്നിട്ട് നിങ്ങൾ ഈ ഒരു കോൺഫിഡൻസ് വന്നു കഴിഞ്ഞിട്ട് മാത്രം നല്ലൊരു എമൗണ്ട് എടുത്താൽ മതി. ചെറിയ എമൗണ്ട് ചെയ്ത് പഠി, സ്റ്റോപ്പ് ലോസ് പാലിക്ക്, റിസ്ക് മാനേജ് ചെയ്യ്, ഓക്കെ ആവും. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ലൊരു എൻട്രി കണ്ടാൽ കയറി മേടിക്കുക. നല്ലൊരു എൻട്രി കണ്ടാൽ മാത്രം, പല കൺഫർമേഷൻസ് കിട്ടിയിട്ട് നല്ലൊരു എൻട്രി ചെയ്യാൻ നമുക്ക് തോന്നി, നമ്മുടെ റിസ്ക് സെറ്റപ്പിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം എൻട്രി എടുത്തേ, എല്ലാം ഓക്കെ ആവും. എല്ലാവരും ഇങ്ങനെ ഈ പറയുന്ന ലോകത്തുള്ള എല്ലാ ട്രേഡർമാർക്കും ലോസ് വരും. അവർ ആ ലോസ് മാനേജ് ചെയ്യുന്നതിലാണ് കാര്യം. അല്ലാതെ കൈ തൊട്ടാൽ മൊത്തം പൈസ ഉണ്ടാക്കുന്ന അങ്ങനെ ആരും ഇല്ല. എല്ലാവർക്കും ലോസ് വരും. ഓവറോൾ പ്രോഫിറ്റ് എത്തുന്നതല്ല കാര്യം.
മനസ്സിലായോ? നമ്മുടെ 2 രൂപ ലോസ് വന്ന് 5 രൂപ നമ്മൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് ഓരോരുത്തരുടെ റിസ്ക് സെറ്റപ്പ് കൃത്യമാക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ. നമ്മളെല്ലാത്തിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുന്നുണ്ട്. നിങ്ങൾ അവസരം എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? നമ്മളൊരു ചാർട്ട് എടുക്കുക, തുറന്ന് നോക്കുക. ഇപ്പോൾ റെഡ് കാർ എഫക്റ്റിനെ പറ്റി കേട്ടിട്ടില്ലേ? എന്താ പറയണ്ടേ? നമ്മളിപ്പോൾ ഒരു വണ്ടി എടുക്കണം. ഇപ്പോൾ ഒരു എൻഡോർഗ് എന്ന് പറഞ്ഞൊരു വണ്ടിയായിരിക്കും. നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ച് മേടിക്കണം എന്നൊക്കെ ഒന്ന് ആഗ്രഹിച്ചാൽ നമ്മുടെ കൂട്ടുകാരൻ പറയുന്നു എൻഡോർഗ് നല്ല വണ്ടിയാണ്, അത് എടുക്കണമെന്നെ പറ്റി ആലോചിക്കുന്നു. പിന്നെ റോഡിൽ ഇറങ്ങിയാൽ കാണുന്ന മൊത്തം ആ ഒരു വണ്ടിയാണെന്നുള്ളൊരു സംഭവം ശ്രദ്ധിച്ചിട്ടില്ലേ? അത് മാജിക് ഒന്നുമല്ല. ആ അവസരങ്ങളല്ല, ആ വണ്ടികൾ ഇഷ്ടം പോലെ പോകുന്നുണ്ട്. നമ്മൾ ആ ഒരു കാണണമല്ലോ എന്നുള്ള രീതി നമ്മൾ ചിന്തിച്ചിട്ട് നോക്കാത്തതുകൊണ്ട് നമ്മളത് കാണാത്തത്. ആ വണ്ടിയെപ്പറ്റി അല്ലെങ്കിൽ ആ ഒരു മൊബൈലിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ട് നോക്കിയേ, ഫുള്ള് കാണുന്നത് അതിനെ പരസ്യമോ അല്ലെങ്കിൽ ഫുള്ള് നമ്മൾ റോഡിൽ ഇറങ്ങിയാലും ആൾക്കാർ ഉപയോഗിക്കുന്നതായിട്ട് നമ്മുടെ കണ്ണങ്ങോട്ട് പോകും. കാരണം നമ്മൾ ആ അവസരം നമ്മൾ തപ്പുന്നു, ആ ഒരു കാര്യം നമ്മൾ നോക്കുന്നു. അതുപോലെ ഉള്ളൂ. ട്രേഡിൽ നല്ലൊരു അവസരം വരട്ടെ, നല്ലൊരു അവസരം വരുന്നിടം വരെ വെയിറ്റ് ചെയ്യുക. നല്ലൊരു അവസരം കണ്ടാൽ എൻട്രി എടുക്കുക, പേടിക്കണ്ട. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ആകാശം ഇടിഞ്ഞ് വീഴാൻ പോകുന്നില്ല. മനസ്സിലായോ? നിങ്ങളുടെ എൻട്രി എടുക്കുക, ഓക്കെ ആകും. മനസ്സിലായോ? അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ? ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി. ഒന്ന്, ചെറിയൊരു എമൗണ്ട് ഇട്ട് മാത്രം ട്രേഡ് ചെയ്യുക. രണ്ടാമത്തെ കാര്യം, നമ്മൾ കോൺഫിഡൻസ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ പൈസ കൂടുതൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ. മനസ്സിലായി? അപ്പം നിങ്ങൾക്ക് ഒന്ന് ആലോചിക്കുക, വലിയ രീതിയിൽ നഷ്ടമൊന്നും വരത്തൊന്നുമില്ല. 3, അതാണ് ഇമ്പോർട്ടൻറ്റ്, സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് പാലിക്കുക. അല്ല ഇച്ചിരി വെയിറ്റ് ചെയ്യാമെന്ന് വെച്ചിരിക്കാതിരിക്കുക. കൃത്യം പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് പാലിച്ചേ പറ്റത്തുള്ളൂ. അത് ഓവർ ട്രേഡർ ആണെങ്കിലും അണ്ടർ ട്രേഡർ ആണല്ലോ ട്രേഡ് ചെയ്യാൻ വരുന്ന എല്ലാവരും. മനസ്സിലായോ? ആരാണേലും സ്റ്റോപ്പ് ലോസ് പാലിച്ചേ പറ്റത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ കൂടുതൽ നഷ്ടം, 10 രൂപ നഷ്ടം കൊണ്ടടുത്ത് 10,000 രൂപ നഷ്ടം ഉണ്ടാവും. മനസ്സിലായോ? അത്രയും കാര്യങ്ങൾ. പിന്നെ നിങ്ങൾ കോൺഫിഡൻസോട് എൻട്രി എടുക്കുക, എല്ലാം ഓക്കെ ആവും. മനസ്സിലായോ? അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനിയും മറ്റൊരു നല്ലൊരു വീഡിയോയിൽ നമുക്ക് തിരിച്ചു വരാം. അപ്പം കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ. അപ്പം നിങ്ങൾ ലാഭം ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ നല്ലൊരു എൻട്രി കണ്ടാൽ അങ്ങ് എൻട്രി എടുക്കുക. ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ട്രേഡറാകാൻ പറ്റും. പെതുക്കെ പറ്റത്തുള്ളൂ എന്നേ ഉള്ളൂ. മനസ്സിലായോ? അത്രേ ഉള്ളൂ.